നമസ്കാരം. നരേന്ദ്രമോദിയുടെ വികസന തേരിലേറി മുന്നേറുകയാണ് നമ്മുടെ ഭാരതം. ഭാരതത്തെ വെറുതെ തൊട്ടവർക്കെല്ലാം കൈ നന്നായി പൊള്ളിയിരിക്കുകയാണ്. അത്തരത്തിലാണ് മോദി ഇന്ന് ഇന്ത്യയെ നയിക്കുന്നതെന്ന് തന്നെ പറയാം. കൂടാതെ മോദിയെ എതിർത്തവരെല്ലാം പിന്നീട് മോദിയുടെ ആരാധകരായി മാറിയതിനും നമ്മൾ എല്ലാവരും സാക്ഷികളാണ്. ഇപ്പോഴത്തെ കോൺഗ്രസുകാരനാണെങ്കിലും കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്ന ശശി തരൂർ BJPയുടെ ഹീറോയായി മാറുകയാണ്. അത് എങ്ങനെയാണെന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വിശദീകരിക്കാം. വെറുതെ ഇരുന്ന ഭാരതത്തെയായിരുന്നു പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞത്. ഒരുപക്ഷെ ഭാരതം മുഴുവൻ തിരിച്ചടിക്കുമെന്ന് പോലും പാകിസ്ഥാൻ ചിന്തിച്ചു കാണില്ല. എന്നാൽ അത്തരത്തിലായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ തിരിച്ചടി. അങ്ങനെ ഭാരതത്തിന്റെ തിരിച്ചടിയിൽ ഹൂറികളുടെ അടുത്തേക്ക് പോയത് നിരവധി പാകിസ്ഥാൻ ഭീകരർ കൂടിയായിരുന്നു. എന്നാൽ ചില രാജ്യങ്ങൾ ഭാരതത്തോടൊപ്പം നിൽക്കാതെ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭീകരരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതും നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ തങ്ങൾ ചെയ്തത് അവർക്ക് തെറ്റാണെന്ന് മനസ്സിലായിരിക്കുകയാണ്. കൊളംബിയയാണ് തങ്ങളുടെ പ്രസ്താവന ഔദ്യോഗികമായി പിൻവലിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് കാരണക്കാരനായത് MP ശശി തരൂറാണ്. അത് എങ്ങനെയെന്നാൽ നമുക്കറിയാം, ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് 33 രാജ്യങ്ങൾക്ക് വിശദീകരിക്കാൻ നിയോഗിച്ചിരിക്കുന്ന 7 സംഘങ്ങളിൽ ഒന്നാണ് ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം കൊളംബിയയിൽ എത്തിയത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ശശി തരൂർ നയിക്കുന്ന പ്രതിനിധി സംഘം കൊളംബിയയിൽ എത്തിയിരുന്നു. കൂടാതെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് തരൂർ കൊളംബിയയുടെ പ്രസ്താവനയിൽ തന്റെ ആശങ്കയും നിരാശയും പ്രകടിപ്പിച്ചത്. ഭീകരരെ അയക്കുന്നവർക്കും അതിനെതിരെ സ്വയം സംരക്ഷണത്തിനായി പ്രതികരിക്കുന്നവർക്കും തമ്മിൽ തുല്യത കൽപ്പിക്കാനാവില്ലെന്നും ഭീകരതയ്ക്ക് ഇരയായവരോട് കൊളംബിയയ്ക്ക് സഹതാപം പ്രകടിപ്പിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കൊളംബിയൻ ഉപവിദേശകാര്യമന്ത്രി പ്രസ്താവന ഔദ്യോഗികമായി പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നത്. ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് പൂർണ്ണമായി മനസ്സിലാക്കുന്നതായും അദ്ദേഹം പറയുന്നു. കൂടാതെ തങ്ങൾക്ക് ലഭിച്ച വിശദീകരണം വഴി കാശ്മീരിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ വാർത്തയാണ്. ഭാരതത്തെ കൂടുതൽ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഇതോടൊപ്പം BJPയുടെ പുതിയ ഹീറോയായി ശശി തരൂറും മാറുകയാണ്.